എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഏറെ കാത്തിരുന്ന കിയയുടെ കാർണിവലും അതുപോലെ തന്നെ നമ്മുടെ EV9 അവസാനം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാർണിവലിക്ക് പിന്നെ നമുക്ക് നോക്കാം, ആ വാഹനത്തിനെ പറ്റിയിട്ട് പിന്നെ അറിയാം. കാരണം നമ്മൾ ഓൾറെഡി വന്നിട്ടുള്ള വാഹനമായിരുന്നു കാർണിവൽ. പക്ഷേ കിയയുടെ വക ഒരു ഏറ്റവും വില കൂടിയൊരു പ്രൊഡക്റ്റ് ഇതുവരെ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ EV9 GT ലൈൻ ഓൾ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ചെറുതായിട്ടൊന്നും ഞെട്ടും, എന്നാൽ ഞാൻ അവസാനം പറയാം. അപ്പോൾ ഈ വാഹനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. ഈ കിയയുടെ EV9 GT ലൈൻ ഓൾ വീൽ ഡ്രൈവ് വേരിയൻ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് 0 to 100 വെറും 5.3 സെക്കൻഡിനുള്ളിലാണ് കുതിച്ച് കയറാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് ഒറ്റ ചാർജിൽ നമുക്ക് 561 കിലോമീറ്റർ ഒറ്റ ചാർജിൽ വാഹനം ഓടും. അത് മാക്സിമം പവർ 384.23 പവറും അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് 700 Nm ഓഫ് ടോർക്കാണ് വരുന്നത്. ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 99.8 kW ബാറ്ററിയാണ്. നമുക്ക് ഫാസ്റ്റ് ചാർജർ DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് വെറും 24 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വാഹനം ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. 10% തൊട്ട് 80% വരെ നമുക്ക് വെറും 24 മിനിറ്റിൻ്റെ ഉള്ളിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കിയ ആയതുകൊണ്ട് തന്നെ കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ സേഫ്റ്റിയുടെ ഫീച്ചേഴ്സ് ആണെങ്കിൽ അതിൽ നമുക്ക് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 2, അതായത് ADAS ലെവൽ 2 വരുന്നുണ്ട്. അതിൽ നമുക്ക് 27 ഓട്ടോണമസ് ഫീച്ചേഴ്സാണ് വരുന്നത്. അതായത് ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, ഫോർവേഡ് കൊളിഷൻ അവോയ്ഡൻസ് അസിസ്റ്റ്, അത് കാറായാലും പെഡസ്ട്രിയൻ ആയാലും അങ്ങനെ കുറേ ഇഷ്ടം പോലെ. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് കൊളിഷൻ വാർണിംഗ്, ഹൈ ബീം അസിസ്റ്റ്, ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ്, അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനുള്ളത് കുറേ കൊടുത്തിട്ടുണ്ട് കിയ. പിന്നെ നമുക്ക് സെൻറ്ററിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 12.3 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. അതിൻ്റെ ട്രിനിറ്റി പനോറമിക് ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. കാരണം അതിൽ 12.3 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. പിന്നെ 12.3 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ നാവിഗേഷൻ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ കിയയുടെ ഒരു ഡിജിറ്റൽ കീ ആണ് വരുന്നത്. നമുക്ക് വണ്ടി ഫോൺ കൊണ്ട് തന്നെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഓവർ ദി എയർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, OTA. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ, ഫ്രണ്ടിലത്തെ ഫേസ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഡിജിറ്റൽ പാറ്റേൺ ലൈറ്റിംഗ് ഗ്രില്ലിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഡിജിറ്റൽ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ള പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, LED റെയർ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. റെയർ വൈപ്പർ ചെറുതായിട്ട് ഹിഡൻ റെയർ വൈപ്പർ എന്നാണ് കിയ അതിനെ വിളിക്കുന്നത്. കാരണം ഹൈഡ്, അതായത് ചെറുതായിട്ട് ഒളിപ്പിച്ച രീതിയിലാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാണാത്ത രീതിയിലാണ് റെയർ വൈപ്പർ ഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വീല് വരുന്നത് 20 ഇഞ്ചിൻ്റെ സ്പോർട്ടി ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് ആണ്. പിന്നെ ഇൻറ്റീരിയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഡുവൽ ടോൺ ലെതററ്റ് സീറ്റ്സാണ് വരുന്നത്. 4 സ്പോക്ക് ലെതററ്റ് സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. പിന്നെ ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീൽ എംബ്ലം, അതായത് കിയുടെ ലോഗോ ഇലുമിനേറ്റ് ആയിട്ട് നിൽക്കും നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ. പിന്നെ കപ്പ് ഹോൾഡർ വിത്ത് സ്ലൈഡിംഗ് കവറാണ് വരുന്നത് ഫസ്റ്റ് റോള്. പോരാത്തതിന് 64 ഡുവൽ കളർ ആംബിയൻറ്റ് മൂഡ് ലൈറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡുവൽ സൺറൂഫാണ് വരുന്നത്. ഫ്രണ്ടിൽ ടിൽറ്റും പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ റെയറിൽ സ്ലൈഡിങ് കർട്ടനായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. പിന്നെ ADAS ലെവൽ 2 പുറമെ അടുത്ത സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 10 എയർ ബാഗ് വരുന്നുണ്ട്. ABS, ESC, DBC, അതായത് ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ, MCB മൾട്ടി കൊളിഷൻ ബ്രേക്ക്, പിന്നെ BAC അതായത് ബ്രേക്ക് അസിസ്റ്റൻസ് സിസ്റ്റം, VSM വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ESS എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, ഫ്രണ്ട് സൈഡ് ആൻഡ് റെയർ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് ആണ് വാഹനത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റീറിംഗ് ടെലസ്കോപ്പിക് അഡ്ജസ്റ്റിംഗ് ആണ് സ്റ്റീറിംഗ് വീല് വിത്ത് മെമ്മറി ഫംഗ്ഷൻ വരുന്നുണ്ട്. കുറച്ചുകൂടിയും ഗിയർ ഷിഫ്റ്റ് കുറച്ചുകൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് അവർ ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വാഹനത്തിൻ്റെ ഗിയർ സെലക്ടർ ഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ തന്നെ ശ്രദ്ധ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് വിൻഷീൽഡ് പ്രൊജക്ഷനായിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ വയർലെസ് ചാർജർ വരുന്നുണ്ട്. ഇൻ കേസ് ആ ഒരു ഫോൺ നമ്മൾ ചാർജ് ചെയ്ത് വെക്കുമ്പോൾ അഥവാ ഇൻ കേസ് ചൂടായി കഴിഞ്ഞാൽ വിത്ത് കൂളിംഗ് ഫംഗ്ഷൻ കൂടിയാണ്. അതായത് ഫോൺ നമുക്ക് തണുപ്പിക്കാനുള്ള ഒരു സിസ്റ്റം കൂടിയും കിയ ആ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 6 USB Type-C പോർട്ട് ചാർജേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനം നമ്മുടെ കിയയുടെ ഇലക്ട്രിക് ഗ്ലോബൽ മോഡുലാർ പ്ലാറ്റ്ഫോം അഥവാ EGMP എന്നൊരു ഇതിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് വാഹനം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് ആണ് വാഹനത്തിൻ്റെ പവർ ട്രെയിൻ വരുന്നത്, AWD. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് കടക്കാം. ഇത്തിരി ഞെട്ടാനുള്ളതുണ്ട്, കാരണം അത്യാവശ്യം ഏറ്റവും കൂടുതൽ പ്രൈസ് റേഞ്ചുള്ളൊരു കിയയുടെ മോഡലാണ്. നമ്മൾ ഇതുവരെ മാക്സിമം കണ്ടിട്ടുള്ളത് ഒരു കാർണിവലായിരുന്നു കോസ്റ്റ്ലി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അതിലും ഒരു ലക്ഷറി എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1,29,90,000
രൂപയാണ് വരുന്നത് എക്സ് ഷോറൂം പ്രൈസ്. അത് 1,29,90,000 റുപ്പീസാണ് നമുക്ക് എക്സ് ഷോറൂം റേറ്റ് വരുന്നത്. GT ലൈൻ ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റിന്. ഒരൊറ്റ ട്രിമ്മാണ് ഇതുവരെ കിയ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി CBU കംപ്ലീറ്റ്ലി ബിൽറ്റ് യൂണിറ്റ് ആയിട്ടാവും വാഹനം ഇറക്കുന്നുണ്ടാവുക. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കില്ല, ഡയറക്റ്റ്ലി ഇമ്പോർട്ടഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഇൻക്രീസ്ഡ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ നല്ല വീഡിയോസ് നമ്മൾ E9 ടെസ്റ്റ് ഡ്രൈവ് വാഹനം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് എടുത്ത് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്.